സംവിധായകൻ ഷാഫിക്ക് വിട നൽകി സിനിമാ ലോകം. മൃതദേഹം കലൂർ ജുമാ മസ്ജിദ് പള്ളിയിൽ ഖബറടക്കി. എളമക്കരയിലെ വീട്ടിലും പൊതുദർശനം നടന്ന മണപ്പാട്ടിപ്പറമ്പ് കൊച്ചിൻ സഹകരണ ബാങ്ക് ഹാളിലും സിനിമാ സാംസ്കാരിക മേഖലയിലെ നിരവധി പ്രമുഖർ ഷാഫിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഇപ്പോൾ വിവരങ്ങളുമായി അമൽനാഥ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. അമൽനാഥ്, ആ പ്രിയ സംവിധായകന് മലയാള സിനിമാ ലോകം വിട നൽകിയിരിക്കുന്നു. ആരൊക്കെയാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ ഇന്ന് അവിടെ എത്തിച്ചേർന്ന്? രാവിലെ തന്നെ മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി, ഒപ്പം തന്നെ പൃഥ്വിരാജ്, സംവിധായകരായ സിബി മലയിൽ, വിനയൻ അടക്കമുള്ളവരോട് എത്തിച്ചേരുന്നിരുന്നു. അല്പം മുമ്പാണ് ദിലീപ്, അതോടൊപ്പം തന്നെ മുകേഷും അവിടെ എത്തിച്ചേരുകയും ചെയ്തു. എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ആരൊക്കെയാണെന്ന് അവിടെ എത്തിച്ചേർന്ന് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ? സിജു, അല്പസമയത്തിന് മുൻപാണ് സംവിധായകൻ ഷാഫിയുടെ സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെയും പൂർത്തിയായിട്ടുണ്ടായിരുന്നത്. കലൂരെ ജുമാ മസ്ജിദിലെ ഖബർസ്ഥാനിലായിരുന്നു സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെയും നടന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രശസ്തരായ സിനിമാ മേഖലയിൽ മറ്റു പ്രശസ്തരായ നിരവധി പേരായിരുന്നു ഇത്തരത്തിൽ ഈ സംസ്കാര ചടങ്ങിൻ്റെ ഭാഗമായി ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഏറ്റവും ഒടുവിലായി ദിലീപ്, ഫഹദ് ഫാസിൽ പോലുള്ള നിരവധി പ്രമുഖർ ഇവിടേക്ക് എത്തിയിരുന്നു. ഇന്ന് രാവിലെ ആയിരുന്നു വീട്ടിൽ ഈ ഒരു മൃതദേഹം എത്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് കൊച്ചിയിൽ പൊതുദർശനത്തിന് വെച്ചു. അവിടെയും ഇത്തരത്തിൽ ഈ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ ഈ പൊതുദർശനത്തിന് വന്നിരുന്നു. ഒപ്പം തന്നെ നാട്ടുകാരും സാധാരണക്കാരായ നിരവധി പേരായിരുന്നു ഈ പൊതുദർശനത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഏകദേശം 2 മണിയോടുകൂടിയായിരുന്നു ഈ കലൂരിലെ ജുമാ മസ്ജിദിലേക്ക് ഈ ഒരു മൃതദേഹം എത്തിച്ചത്. ഏറ്റവും ആദ്യം പള്ളിയിൽ വെച്ച് ഒരു പ്രാർത്ഥന നടത്തി. അതിനുശേഷം പള്ളിക്ക് പുറത്തായി ഒരു ചെറിയ രീതിയിൽ, അതായത് വളരെ കുറഞ്ഞ ഒരു സമയം കൊണ്ട് ഒരു പൊതുദർശനം നടത്തും. ഏറ്റവും അവസാനമായി ഒന്നുകൂടി കാണുവാൻ ബാക്കിയുള്ളവരെ ഒക്കെ വിളിച്ച് ഒന്ന് കാണിച്ച് അതിനുശേഷം ഈ ഒരു ഖബർസ്ഥാനിലേക്ക് മൃതദേഹം എത്തിക്കുകയായിരുന്നു. പിന്നീട് ഇവിടുന്ന് ചില ചടങ്ങുകൾ നടക്കുന്നു. അതിനുശേഷം സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെയും പൂർത്തിയാക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. മലയാള സിനിമയെ സംബന്ധിച്ച് വലിയ നഷ്ടം തന്നെ എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ തന്നെയാണ് ഈ ജനപ്രവാഹങ്ങളൊക്കെ തന്നെയും പറയുന്നത്. ഒരു സിനിമാ ലോകത്തെ ഒരു വ്യക്തി എന്ന ഉപരി ഒരു സാധാരണക്കാരൻ, അതായത് ജനങ്ങളോട് അത്തരത്തിൽ വളരെ നല്ല രീതിയിൽ ഇടപഴകുന്ന ഒരു സാധാരണക്കാരൻ കൂടിയായിരുന്നു ഷാഫി. അതിനാൽ തന്നെയാണ് ഇത്തരത്തിൽ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ജനപ്രവാഹം ഇദ്ദേഹത്തെ ഏറ്റവും അവസാനമായി കാണുവാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് എന്നതും സൂചിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. 18ഓളം സിനിമകളാണ് ഇദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇദ്ദേഹം ചെയ്ത കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഷാഫിയുടെ ഖബറടക്കം കലൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു.